ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ മാലാഖ ആട്ടിടയരെ നയിക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ദൈവം ആദ്യകാലങ്ങളിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ വഴി നടത്തുകയും നയിക്കുകയും ചെയ്യുന്ന വളരെ ആവേശകരമായ അത്ഭുതകരമായ കാര്യങ്ങളാണ് ആട്ടിടയരെ നയിക്കുന്ന സംഭവത്തിലും നമ്മൾ വായിക്കുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഈ ആട്ടിടയരെ അറിയിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ദൂതൻ അത്ഭുതകരമായ രീതിയിൽ അവരെ വഴി നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവം നയിക്കുമ്പോൾ, ദൈവം വഴി നടത്തുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ വളരെ എളുപ്പമാണ്. ക്രിസ്മസ് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ നയിക്കുന്നതും വഴി നടത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ദൈവം വഴി നടത്തുമ്പോൾ നമ്മൾ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. നമ്മൾ സുരക്ഷിതരായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. പലപ്പോഴും ജീവിതത്തിൽ നമ്മളെ വഴി നടത്താൻ, വേണ്ട വിധത്തിൽ നയിക്കാൻ ഒരാളില്ലാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റായ വഴികളിലൂടെ പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആ വ്യക്തിയുടെ സ്റ്റാറ്റസോ, ആ വ്യക്തിയുടെ ജോലിയോ പഠനമോ, ആ വ്യക്തിയുടെ നിലയോ വിലയോ നോക്കിയല്ല ദൈവം ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടുന്നതും വഴി നടത്തുന്നതും. ആട്ടിടയന്മാരെ നയിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ആ വിധത്തിലുള്ള യാതൊരു പരിഗണനകളും കൂടാതെയാണ് ഏതൊരു വ്യക്തിയെയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെ നയിക്കുന്നതും വഴി നടത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള, ദൈവത്തെ സ്നേഹിക്കുവാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു യുവതി ഒരു കൊച്ചുകുട്ടിയുമായിട്ട് പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. അപ്പോൾ ആ യുവതിയോട് സംസാരിച്ചപ്പോൾ ആ യുവതിയും കുട്ടിയും അവർ തനിച്ച് കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്താണ് ജോലി ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി അവർ ഒറ്റയ്ക്കാണ് ഈ കൊച്ചുമായിട്ട് ജീവിക്കുന്നത്. വിവാഹം കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ വളരെ സങ്കടത്തോടു കൂടെയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നത്. ഞാൻ ആ യുവതിയോട് സംസാരിച്ചു, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് കേരളത്തിന് വെളിയിൽ പോയി ഒറ്റയ്ക്ക് ഈ കുട്ടിയെയും കൊണ്ട് നോക്കുന്നത്, മാതാപിതാക്കളില്ലേ, വീട്ടുകാരില്ലേ, ഭർത്താവില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരി വളരെ സങ്കടത്തോടെ അവരുടെ ജീവിതാനുഭവം എന്നോട് പങ്കുവച്ചു. അവർ പഠിച്ചിരുന്ന കാലത്ത് +1 +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, അവരിങ്ങനെ ബസ്സിൽ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് സൗഹൃദത്തിലായി, അടുപ്പത്തിലായി. മറ്റു മതത്തിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു. വീട്ടുകാരുടെ അനുവാദമില്ലാതെ ആ സഹോദരനോടൊപ്പം ഒളിച്ചോടിപ്പോയി. അതിനുശേഷം ആ സഹോദരനുമായിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്തു. ഒരു കൊച്ചൊക്കെ ഉണ്ടായി. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ആ യുവതിക്ക് മനസ്സിലായത് ഈ വ്യക്തിക്ക് വേറെ ഒരു 3-4 ഇതുപോലെയുള്ള പെൺകുട്ടികളുമായിട്ടും ബന്ധവും അടുപ്പൊക്കെ ഉണ്ട്. ഇവരുടെ ഇടയിൽ വഴക്കായി, പ്രതിസന്ധികളായി. ഇവൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, നിനക്കത് അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ കൂടെ നിന്നാൽ മതി. അങ്ങനെ അവൾ ഈ കൊച്ചുകുട്ടിയുമായിട്ട് ആ വീട് വിട്ടിറങ്ങുകയാണ്. സ്വന്തം വീട്ടിലേക്ക് പോകാനും സാധിക്കുകയില്ല. അങ്ങനെയാണ് കേരളത്തിന് വെളിയിലേക്ക് പോകുന്നത്. നമ്മളിതെല്ലാം അവളുടെ ആ ദുഃഖകരമായ അനുഭവങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവച്ചതിന് ശേഷം ആ കൊച്ചുകുട്ടിയുമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം എൻ്റെ അടുത്ത്
അവർ പറഞ്ഞവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: അച്ഛാ, ആ നാളുകളിൽ എന്നെ വഴി നടത്താൻ, എന്നെ നയിക്കാൻ ആരുമില്ലായിരുന്നു. എനിക്ക് വേണ്ട വിധത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. കാരണം എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അദ്ദേഹം കുടുംബം നോക്കുന്നില്ലായിരുന്നു. അമ്മ കുടുംബം നോക്കാനുള്ള പ്രാരാബ്ധങ്ങളിൽ അമ്മ എപ്പോഴും തിരക്കിലായിരുന്നു. പലപ്പോഴും അമ്മയ്ക്ക് ഞങ്ങളെ ശ്രദ്ധിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ അമ്മ ദേഷ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഈ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിൽ ചെന്ന് വീണതെന്ന് ആ സഹോദരി പറയുകയുണ്ടായി. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ആരും സഹായിക്കാനും ആരും നയിക്കാനും ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അത് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ്. എന്നാൽ കർത്താവ് തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആട്ടിടയരെ വഴി നടത്തിയ ദൈവം നമ്മോട് പറയുകയാണ്: ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു മകനെയും മകളെയും അവളുടെ ജീവിത സാഹചര്യങ്ങളോ അവൻ്റെ വിദ്യാഭ്യാസമോ അവരുടെ കുടുംബത്തിൻ്റെ പ്രത്യേകതകളോ പഠനത്തിൻ്റെ പ്രത്യേകതകളോ ഒന്നും നോക്കാതെ ദൈവം നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് കാലത്ത് ദൈവം നമുക്ക് തരുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണത്. ദൈവം നമ്മളെ വഴി നടത്തും, ദൈവം നമ്മളെ നയിക്കും എന്നുള്ള കാര്യം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5-6 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുക: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. കർത്താവിൻ്റെ വചനം പറഞ്ഞതാണ്: എല്ലാ കാര്യങ്ങളിലും നിൻ്റെ ബുദ്ധിയെ മാത്രം നീ ആശ്രയിക്കരുത്. നിൻ്റെ ബുദ്ധി ചിലപ്പോൾ നീ ആഗ്രഹിക്കുന്നിടത്തു നിന്നും നിന്നെ വഴിമാറ്റിക്കൊണ്ടു പോകാം. അല്ലെങ്കിൽ നിൻ്റെ ബുദ്ധി അനുസരിച്ച് പൂർണ്ണമായ കാര്യങ്ങളിലേക്ക് ചെയ്യുവാനും പ്രവർത്തിക്കാനും നിനക്ക് കഴിയാതെ പോകാം. ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നീ വഴിമാറിപ്പോകാം. കർത്താവിൻ്റെ വചനം പറയുകയാണ്: നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയാൽ ദൈവം നിന്നെ നയിക്കുമെന്ന്. അപ്പോൾ സ്നേഹമുള്ളവരെ, ആ യുവതിയുടെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ആ യുവതി താൽക്കാലികമായി തൻ്റെ ബുദ്ധി പറഞ്ഞു കൊടുത്തത് അതനുസരിച്ച് പ്രവർത്തിച്ചു, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അത് വലിയ അപകടത്തിലേക്കും അനർത്ഥത്തിലേക്കുമാണ് അവരെ കൊണ്ടുപോയത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്: ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ നമ്മൾ നടന്നാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ നയിക്കുവാൻ തയ്യാറാണ്, ദൈവം നമ്മളെ വഴി നടത്തുവാൻ തയ്യാറാണ് എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക. കാലാകാലങ്ങളിൽ ഇസ്രായേൽ ജനത്തെയും പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ വഴി നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതെ, യേശു തന്നിൽ ആശ്രയിക്കുന്നവരെയും തന്നോട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് വഴി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ വചനത്തിലും സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരമാണ് പറയുന്നത്: യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, യേശുവാകുന്ന പ്രകാശം, ആ പ്രകാശം ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അന്ധകാരം എന്ന ഈശോ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അന്ധകാരം എന്ന് പറയുമ്പോൾ അതൊരു പാപത്തിൻ്റെ ഇരുട്ടാകാം, പാപത്തിൻ്റെ മേഖലയാകാം. അന്ധകാരം എന്ന് പറയുമ്പോൾ അത് മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാകാം. അന്ധകാരം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട അവസ്ഥയാകാം. അന്ധകാരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ബന്ധങ്ങളിൽ വന്ന വീഴ്ചകളും തകർച്ചകളൊക്കെ ആകാം. അന്ധകാരം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പല പ്രതിസന്ധികളുമാകാം. അപ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് തരുന്ന ഒരു ഉറപ്പിതാണ്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പോൾ കർത്താവ് ആ പ്രകാശത്തിൽ കർത്താവിനെ ആശ്രയിക്കുന്നവരെ വഴി നടത്തും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈശോ വഴി നടത്തുന്നത് പോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവും നമ്മളെ വഴി നടത്തുന്നത്. ദൈവം കാലാകാലങ്ങളിൽ ദൈവജനത്തെ നയിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ നയിച്ചിരുന്ന ദൈവം പിന്നീട് പുതിയ നിയമത്തിൽ എത്തുമ്പോൾ ഈശോയും പരിശുദ്ധാത്മാവും നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എല്ലാ കാലത്തും
ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ നയിക്കുവാൻ തയ്യാറാണ് എന്നുള്ളതാണ് വലിയ അനുഗ്രഹത്തിൻ്റെ സന്ദേശം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് വചനം പഠിപ്പിക്കുക: സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ നിങ്ങളെ നയിക്കും. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ നിങ്ങളെ നയിക്കും. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, സത്യം പറയുന്നവരും സത്യമനുസരിച്ച് പ്രവർത്തിക്കുന്നവരും സത്യത്തിന് വില കൽപ്പിക്കുന്നവരും വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബത്തിൽ പോലും പരസ്പരം സത്യം പറയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ സത്യം പറയുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ പലതും മറച്ചു പിടിക്കുന്ന അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് മറ്റുള്ള കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സത്യം പറയുന്ന അവസ്ഥകൾ മറയുന്നു. ഒത്തിരിയേറെ സത്യം പറയാത്ത അവസ്ഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ജോലികൾക്കിടയിലാണെങ്കിലും എല്ലായിടങ്ങളിലും സത്യം തിരിച്ചറിയുക എളുപ്പമല്ല. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാണുന്നുണ്ട്, കബളിപ്പിക്കപ്പെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അസത്യത്തിൻ്റെ ആത്മാവിനാൽ പ്രവർത്തിച്ച് കബളിപ്പിക്കുന്ന ഒത്തിരിയേറെ ചതിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മാസങ്ങളിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഡിജിറ്റൽ അറസ്റ്റ്. പുതിയ തട്ടിപ്പിൻ്റെ വഴികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. പോലീസാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞ് ഓൺലൈൻ വഴി ബന്ധപ്പെട്ട് അതിനുശേഷം ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് അവരുടെ കയ്യിലുള്ള പണമൊക്കെ തട്ടിയെടുക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇതെല്ലാം അസത്യത്തിൻ്റെ വഴികളാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിന് പുറത്തെ ഒരു സ്ഥലത്ത് ഒരു വലിയ സ്വർണ്ണക്കടയിൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് ചെല്ലുകയും ആ സ്വർണ്ണക്കടയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭവനവും അവർ അതിൽ പോയി പരിശോധനയൊക്കെ നടത്തി കുറേ പണം എടുത്തു കൊണ്ടുപോയി. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നില്ല എന്ന്. അപ്പോൾ അസത്യത്തിൻ്റെ വഴികൾ ഒത്തിരിയേറെ മനുഷ്യർ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യം അറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ സഹായിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കും. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളെ നയിക്കും. സങ്കീർത്തനം 119 105 വചനത്തിൽ പറയുകയാണ്, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതിൽ പ്രകാശവുമാണ്. അപ്പോൾ ദൈവം പല വിധത്തിൽ നമ്മളെ ഓരോരുത്തരെയും നയിക്കും. നമ്മുടെ കുടുംബങ്ങളെ നയിക്കും, നമ്മുടെ മക്കളെ നയിക്കും. ക്രിസ്മസ് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആട്ടിടയരെ നയിച്ച ദൈവം ആരാണ്, എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് നോക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ നയിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ആ ദൈവത്തിൽ ആശ്രയിക്കാനും ആ ദൈവത്തോട് ആലോചന ചതിക്കാനും ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനും ലക്ഷ്യത്തിലെത്തിച്ചേരാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുറന്നുള്ള ആരാധനയിൽ നമുക്കതിനായി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരു അത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടം മാലാഖമാരും ജീവന്റെ തിരുഭോജമേ,
ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. നമ്മൾ ഈശോയെ ഈ ദിവ്യകാരുണ്യത്തിൽ കാണുന്നത് പോലെ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോ നമ്മളെയും കണ്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. നമ്മുടെ ഹൃദയവികാര വിചാരങ്ങൾ ഈശോ മനസ്സിലാക്കുന്നു, അറിയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ക്രിസ്മസ് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം കാലാകാലങ്ങളിൽ നമ്മളെ വഴി നടത്തുന്നത് നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ ജനത്തെ പഴയ നിയമത്തിൽ വഴി നടത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ആട്ടിടയന്മാർക്ക് ദർശനം നൽകി ആട്ടിടയന്മാരെ രക്ഷകൻ്റെ അരികിലേക്ക് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. ദൈവം എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ടുപോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് നയിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് വഴി നടത്തിയിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. ദൈവം നമ്മോട് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആട്ടിടയന്മാരെ നയിച്ച ദൈവത്തിന് ഒരു വ്യക്തിയുടെ പഠനമോ സമ്പത്തോ പ്രശസ്തിയോ സ്റ്റാറ്റസോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം നയിക്കുന്നു, വഴി നടത്തുന്നു. ആ ദൈവത്തിൻ്റെ വഴി നടത്തലാണ് ആട്ടിടയർക്ക് ലഭിച്ചത്. ആ ദൈവം തുടർന്ന് ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ നമ്മളെ വഴി നടത്തുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ അസത്യത്തിൻ്റെ ആത്മാവിൽ നിന്ന് സത്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാതകളിൽ വിളക്കായി നമ്മളെ വഴി നടത്തുന്നു. ആ ദൈവത്തിൻ്റെ വഴി നടത്തുന്ന സാന്നിധ്യം എപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആട്ടിടയരെ ലക്ഷ്യത്തിലെത്തിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ
കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. എല്ലാ രോഗങ്ങളും കണ്ണുനീരിൻ്റെ എല്ലാ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കൈവിടുകയില്ല ഞാൻ നിന്നെ. കൈവിടുകയില്ല ഞാൻ എല്ലാ മഹത്വവും ഈശോ, എല്ലാ മഹത്വവും ഈശോ, എല്ലാ മഹത്വവും ആരാധനയും ഈശോ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവേ സ്പർശിക്കണമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികളെ സ്പർശിക്കണമേ, എല്ലാ തകർന്നവരെ സ്പർശിക്കണമേ, വഴിമുട്ടി നിൽക്കുന്നവർക്ക് വഴിയായി മാറണമേ. യേശുവേ നയിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം, 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 മഹത്വം. ഈശോയെ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന, മഹത്വം, 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 മഹത്വം. ഈശോയെ ജീവിതത്തിൽ ലോകത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ജീവിത ലക്ഷ്യത്തിൽ നിന്ന് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് വഴിതെറ്റിപ്പോകുന്ന അനേകർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഞങ്ങളും ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്നു. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അപ്പോൾ ദൈവം നിങ്ങളെ വഴിതെളിച്ച് നയിക്കുമെന്നുള്ള വചനം ഞങ്ങളുടെ മനസ്സിലെപ്പോഴും അങ്ങ് ഓർമ്മിപ്പിക്കണമേ. കർത്താവായ യേശുവേ, പ്രത്യേകമായിട്ട് ആട്ടിടയരെ നയിച്ച് അവരുടെ ലക്ഷ്യത്തിൽ അവരെ എത്തിച്ച നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാ മാതാപിതാക്കളെയും ദൈവത്തിൻ്റെ വഴികളിലൂടെ അങ്ങ് നയിക്കണമേ. എല്ലാ ദമ്പതികളെയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകുവാൻ വഴി നടത്തണമേ. ഏറ്റവും പ്രത്യേകമായിട്ട് എല്ലാ യുവതി യുവാക്കളെയും കൊച്ചുമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വഴി നടത്തുന്ന നല്ല ദൈവമേ, ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ സഹായം വേണമെന്നും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചാൽ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് എത്തുവാൻ സാധിക്കില്ല എന്നുമുള്ള തിരിച്ചറിവ് എല്ലാ യുവതി യുവാക്കൾക്കും എല്ലാ കുട്ടികൾക്കും നൽകണമേ. നിങ്ങളെല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയായാൽ ദൈവം നമ്മളെ വഴി നടത്തുമെന്നുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കാം. ആട്ടിടയരെ അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ വഴി നടത്തിയ ദൈവമേ, ഞങ്ങളെയും വഴി നടത്തണമേ, ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.